ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനമാണ്. ഇത് രോഗികൾക്ക് വേണ്ടിയുള്ള ദിനമാണ്, കിടപ്പിലായ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദിനമാണ്, എല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള ദിനമാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊപ്പം മുഴുവനും നമ്മൾ ഉണ്ടാകണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മനുഷ്യരായിത്തീരുന്നത്. ഒരിക്കലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാൻ മൃഗങ്ങൾക്കോ മറ്റു ജീവികൾക്കോ സാധ്യമല്ല. എന്നാൽ മനുഷ്യർക്കത് സാധ്യമാണ്. എന്നിട്ടും നമ്മൾ അവരോടൊപ്പം ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് മനുഷ്യരെന്ന പദവിക്ക് നമ്മൾ അർഹരല്ലാതെയായിത്തീരും. അതുകൊണ്ട് നമ്മൾ മനുഷ്യരായിത്തീരുക. മുഴുവൻ രോഗികളെയും നമ്മൾ സഹായങ്ങൾ നൽകി അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുത്ത് എത്രത്തോളം അവരെ നമുക്ക് സന്തോഷിപ്പിക്കുവാനും മനസമാധാനം നൽകുവാനും സാധിക്കുമോ അതൊക്കെ നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ദീർഘകാല രോഗങ്ങൾ കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ കിടപ്പിലാവുക എന്നതിനുള്ള സാധ്യത നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഒരുപോലെയാണ്. എത്രയോ ആളുകൾ ഇന്നലെ വരെ നമുക്കിടയിൽ പൂർണ്ണ സജ്ജരായി പൂർണ്ണ ആരോഗ്യവാന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ കിടപ്പിലാണ്. വളരെ സജീവമായി സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റു പ്രവർത്തന മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് കിടപ്പിലാണ്. അവരിൽ എല്ലാ പ്രായക്കാരും ഉണ്ട്. ചെറുപ്രായക്കാരുണ്ട്, വളരെ പ്രായം ചെന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് കിടപ്പിലായവരുണ്ട്, അപകടങ്ങൾ സംഭവിച്ച് കിടപ്പിലായവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ കിടപ്പിലാവുന്നുണ്ട്. ഈ കിടപ്പിലാവുന്ന രോഗികളെ പരിപാലിക്കുന്നതിനും അവർക്ക് ആവശ്യമായ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കുന്നതിനും മറ്റു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജനകീയമായി പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തിക്കുന്നത് ആരംഭം കുറിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. മെഡിക്കൽ കേന്ദ്രീകൃതമായിട്ടുള്ള ചികിത്സകൾ അത് കേരളത്തിൽ കോഴിക്കോടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത്. എന്നാൽ ജനകീയമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തനം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ മഞ്ചേരിയിലാണ്. എന്നാൽ ജനകീയമായി പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ജനങ്ങൾക്ക് പാലിയേറ്റീവ് കെയറുകളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും കിടപ്പിലായ രോഗികളുടെ 80% ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ കഴിയുക സാധാരണക്കാരായ മനുഷ്യർക്കാണ് എന്നും ജനങ്ങൾക്കാണ് അതിലെന്തെങ്കിലും നിർവഹിക്കാനുള്ളത് എന്നും സമൂഹത്തെ പഠിപ്പിച്ചത് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ഡോക്ടർമാരാണ്. മലപ്പുറം ജില്ല ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ലോകത്തിൻ്റെ തന്നെ മുന്നിൽ നടന്ന ഒരു ജില്ലയാണ്. വളരെ ജനകീയമായി വളരെ നിഷ്കളങ്കമായി യാതൊരുവിധ താല്പര്യങ്ങളും സങ്കുചിതമായ കാഴ്ചപ്പാടുകളും ഇല്ലാതെ ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ കേരളത്തിൽ പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. കിടപ്പ് രോഗികൾ എന്ന് പറയുന്നത് ആരാണ്? ദീർഘകാല രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചോ കിടപ്പിലാവുകയും ഇനിയൊരു തിരിച്ചു വരവ് സാധ്യമല്ല എന്ന അവസ്ഥയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ കിടപ്പ് രോഗികൾ എന്ന് പറയുന്നത്. തിരിച്ചു വരാൻ കഴിയും എന്ന് പറയുന്നവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ രോഗാവസ്ഥകൾ മറികടന്ന് സമൂഹത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ കഴിയും എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ കുറവായിരിക്കും. മാനസികമായി അവർ തകരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ തിരിച്ചുവരവ് സാധ്യമല്ല. ഈ രോഗത്തിൽ നിന്ന്, ഈ രോഗാവസ്ഥയിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇനിയൊരു വിമോചനമില്ല, ഇനിയൊരു മോചനമില്ല എന്ന അവസ്ഥയെ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവർ വലിയ പ്രയാസത്തിലായിരിക്കും. അതിഭീകരമായിരിക്കും ആ ഒരു അവസ്ഥ. ഇന്നലെ വരെ വളരെ സജീവമായി നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരു ദിവസം പെട്ടെന്ന് കിടപ്പിലാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? അത് അതിഭീകരമാണ്. കൊറോണ കാലത്ത് നമ്മളൊക്കെ അനുഭവിച്ചതാണ് വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാത്ത അവസ്ഥ, അതുപോലെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ, ജോലി സ്ഥലത്ത് പോവാൻ കഴിയാത്ത അവസ്ഥ. ഇത്തരം അവസ്ഥകൾ നമ്മൾ കൊറോണ കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്.
അന്ന് നമ്മൾ അനുഭവിച്ച മാനസിക പിരിമുറുക്കം എത്രയാണ്. എന്നെങ്കിലും ഒരു ദിവസം ഇത് അവസാനിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇത് ഇന്ന് തീരണേ നാളെ തീരണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. അതിനേക്കാൾ എത്ര ഭീകരമാണ് മരണം വരെ ഇനിയൊരു മോചനമില്ല എന്ന് പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയുള്ള അവസ്ഥകളെ അഭിമുഖീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കിടപ്പ് രോഗികൾ എന്ന് പറയുന്നത്. അത് ആർക്കാണ് സംഭവിക്കുക? ഏത് പ്രായക്കാർക്കും സംഭവിക്കും, അല്ലെ? ഏത് പ്രായത്തിലുള്ളവരും കിടപ്പിലാകാം. കിടപ്പ് രോഗികളെ നമ്മൾ പരിശോധിച്ചാൽ, കിടപ്പ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മൾ കാണാൻ പോവുകയും അവരെ അറിയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഏത് പ്രായത്തിലുള്ളവരും അവരിലുണ്ട്. ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, വൃദ്ധന്മാരുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ ഏത് തലത്തിലുള്ള ആളുകളും. ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഡോക്ടർമാരുടെ മാത്രമായിട്ടൊരു വാർഡുണ്ട്. ഡോക്ടർമാർ തന്നെ മാറാരോഗങ്ങൾക്ക് അടിപ്പെട്ട് കിടപ്പിലായ അവസ്ഥ. അപ്പോൾ ഏത് തലത്തിലുള്ള ആളുകൾക്കും ഇത് സംഭവിക്കാം എന്നതിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമില്ലല്ലോ. എന്തൊക്കെയാണ് കിടപ്പ് രോഗികളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദീർഘകാല രോഗങ്ങൾക്ക് അടിപ്പെട്ട വ്യക്തികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, അവർക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് മലമൂത്ര വിസർജനം സാധ്യമല്ല, ചിലർ നിരന്തര വേദനകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും പുറമെ സ്വന്തം കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ സൗകര്യങ്ങളില്ലായ്മ, വീട്ടിലോ പരിസരത്തോ അതിൽ നിന്ന് ആവശ്യമായ വീട്ടിലെ സൗകര്യങ്ങളുടെ അപര്യാപ്തത, ഇങ്ങനെ എന്തെല്ലാമായിരിക്കും അയാളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ സഹായം അവർക്ക് അനിവാര്യമാണ്. പുറത്തു നിന്നുള്ളവരുടെ സഹായം അവർക്ക് അനിവാര്യമാണ്. ദിനേന അവരെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ ഹോസ്പിറ്റലുകളിൽ കൊണ്ടെത്തിച്ചാൽ തന്നെ ഈ രോഗികൾക്ക്, ഈ ഇത്തരം അവസ്ഥയെ അഭിമുഖീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിഹാരങ്ങൾ ഇല്ല, അല്ലെങ്കിൽ പരിഹാരങ്ങളിൽ പ്രതീക്ഷയില്ല എന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് ദീർഘകാലം ഹോസ്പിറ്റലുകളിൽ കിടത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം? ചുരുക്കത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗവും പാലിയേറ്റീവ് കെയറുകളോടൊപ്പം നിൽക്കണം. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. മനുഷ്യരുള്ള മുഴുവൻ നാട്ടിലും പാലിയേറ്റീവ് കെയറിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ മതജാതി രാഷ്ട്രീയ വിഭാഗങ്ങളും ഒരുമിച്ച് ഇതിൽ പ്രവർത്തനത്തിൽ പങ്കാളികളാവേണ്ടതുണ്ട്. പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ എല്ലാവരെയും പങ്കാളികളാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ തലത്തിലുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാവട്ടെ. ഇതിൽ പങ്കാളികളാകാൻ വരുന്നവർക്ക് സമയമുണ്ടോ, സൗകര്യമുണ്ടോ, അതൊക്കെ അവനവന്റെ നോട്ടമാണ്. അവനവനാണ് പരിശോധിക്കേണ്ടത്. എത്ര സമയമാണുള്ളത് അത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരാൾക്ക് ഒരു ദിവസമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അല്ല ഒരു മണിക്കൂറേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അത് മതി. അതുപോലെ മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളാവാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ വർഷത്തിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ 2-3 ദിവസമോ ഒക്കെ കഴിയുള്ളൂ. അങ്ങനെ മതി. എന്നാൽ പോലും സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ള ആളുകളും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നത് നല്ലതാണ്. ഒന്ന്, രോഗാവസ്ഥയും അതിന്റെ ബുദ്ധിമുട്ടുകളും സമൂഹത്തിലെ എല്ലാവരും അറിയണം. മനുഷ്യരിൽ ആദ്യ പരിഗണന ലഭിക്കേണ്ട ആളുകളാണ് ഇവര് എന്ന് എല്ലാവർക്കും ബോധ്യം ഉണ്ടാകണം. ഈ അവസ്ഥയിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിക്കും ഒറ്റക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ കുടുംബം ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കുവാൻ, എന്ന് അനുഭവിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ഏതെങ്കിലും തലത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകാൻ എല്ലാവരും തയ്യാറാകണം. അതിന് സർക്കാരുകളാവട്ടെ മറ്റു സംവിധാനങ്ങളാവട്ടെ എല്ലാവരും അതിനോട് കൈയഴിഞ്ഞ് സഹകരിക്കേണ്ടതുണ്ട്. ഈ ഫണ്ട് നൽകുന്നിടത്ത് തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കാരണമോ അതിന് നൽകാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതിന്റെ ബുദ്ധിമുട്ട് പോകാൻ പോകുന്നത് രോഗികൾക്കാണ്, ഇതിന്റെ കുറവ് വരാൻ പോകുന്നത് രോഗികൾക്കാണ്. ആരാണ് രോഗികൾ? നമ്മൾ തന്നെയാണ് രോഗികൾ. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കും വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഫണ്ടിന് കുറവ് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം.
കണക്കുകളൊക്കെ എല്ലാവർക്കും പരിശോധിക്കുക. ഇതിന് ജനറൽ ബോഡികളുണ്ട്, അതുപോലെ സർക്കാരിന് കണക്കുകൾ സമർപ്പിക്കുന്നുണ്ട്. ആർക്ക് വന്നു ഏത് പാലിയേറ്റീവ് കെയറിന്റെ കണക്കും പരിശോധിക്കാവുന്നതാണ്. ഭാരവാഹികളെ മാറ്റിക്കൊണ്ടിരിക്കുക, അങ്ങനെ ജനകീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പ്രവർത്തനം ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ പങ്കാളികളാവുക. ഈ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.